കിട്ടിയല്ലോ. ഇന്നൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് ഈ നോട്ടീസിനെ കുറിച്ചാണ്. ഇതെന്ത് നോട്ടീസാണെന്നല്ലേ? ഇത് ഞങ്ങളുടെ ശ്രീ മഹാഗണപതി ക്ഷേത്രം കാമ്പ്രത്തിച്ചുള്ള മുതലമട ആൽത്തറ തമ്പുരാൻ്റെ ഉത്സവത്തിൻ്റെ നോട്ടീസാണ്. മാർച്ച് 6 മുതൽ 10 വരെ ഉത്സവം നടക്കുന്നുണ്ട്. ഉത്സവത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമുക്കിതിൻ്റെ അകത്ത് പോയി നോക്കാം. മറക്കണ്ട. നോട്ടീസിൻ്റെ മുൻവശമാണ് ഓം ശ്രീ മഹാഗണപതി നമ. ശ്രീ മഹാഗണപതി ക്ഷേത്രം കാമ്പ്രത്തിച്ചുള്ള മുതലമട ആൽത്തറ തമ്പുരാൻ്റെ ഉത്സവം 2025 മാർച്ച് 6 മുതൽ 10 വരെ. ഇങ്ങനെയാണ് നോട്ടീസ് തുടങ്ങുന്നത്. പിന്നെ കാണുന്നത് പൂജാധികാര്യങ്ങളാണ്. മാർച്ച് 8 മുതൽ 9, 10 തുടങ്ങിയ ദിവസങ്ങളിലെ പൂജകളാണ്. ഉത്സവ ഭാരവാഹികളാണ് വൈസ് പ്രസിഡൻറ്റ്, വൈസ് സെക്രട്ടറിമാർ, കമ്മിറ്റിയാണ്. ഇത് വന്നിട്ട് പാലക്കാട് നെന്മാറ നൃത്താഞ്ജലി അവതരിപ്പിക്കുന്ന നാട്യവിസ്മയം ഡാൻസ് ഡ്രാമയാണ്. മാർച്ച് 6 വൈകുന്നേരം 6:30 ഇത് നടക്കുന്നത്. അത് കഴിഞ്ഞ് മാർച്ച് 7 വൈകുന്നേരം 6:30 സി കേരള ഫെയിംസ് ആവണി, സൺ TV ഫെയിംസ് അനഘ സതീഷ്, ചാനൽ റോക്കിംഗ് സ്റ്റാർ ഷാനി, മുസാഫിർ, കലാഭവൻ ജിത്തു ചേർന്ന് നയിക്കുന്ന സൂപ്പർ ഹിറ്റ് ഗാനമേള. കൂടാതെ മാർച്ച് 8 വൈകുന്നേരം 5:30 വാദ്യകലകളിലെ പനങ്ങാറ്റരി പെരുമ, ഇരട്ടത്തയമ്പക വാദ്യ ശ്രീപതി ശ്രീ പനങ്ങാറ്റരി മോഹനനും പനങ്ങാറ്റരി ദിനേശ് മോഹനനും അവതരിപ്പിക്കുന്ന ഇരട്ടത്തയമ്പകയാണ്. അടുത്തത് മാർച്ച് 8 വൈകുന്നേരം 6:30 മേളപ്പൊലിമ അവതരിപ്പിക്കുന്ന മെഗാ ഫ്യൂഷൻ മ്യൂസിക് ബാൻഡ് ഷോ. മാർച്ച് 9 വൈകുന്നേരം 6:30 ആതിരം ഫോക്ക് ബാൻഡ് 2.0 അവതരിപ്പിക്കുന്ന ബാൻഡ് ഷോയാണ്. മാർച്ച് 10 കുംഭം 26 തിങ്കളാഴ്ച പകൽ 11 മണിക്ക് ഗണേശ സദ്യ മഹാ അന്നദാനം. സ്ഥലം കമ്മ്യൂണിറ്റി ഹാൾ പോത്തമ്പാടം. മേളം 51 പരം കലാകാരന്മാരെ അണിനിരത്തി വാദ്യ ശ്രീപതി പനങ്ങാറ്റരി മോഹനനും സംഘവും അവതരിപ്പിക്കുന്ന പാണ്ടിമേളം. കൂടാതെ കാഴ്ച ശീവേലി. മാർച്ച് 10 വൈകുന്നേരം 5:30 രാത്രി 7 മണിക്ക് സോപാന സംഗീതം. അവതരണം ശ്രീമതി സ്നേഹലക്ഷ്മി. എല്ലാമുപരി 2025 മാർച്ച് 10 കലിയുഗരാമൻ ഏകഛത്രാധിപതി തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്ത ചരിത്രമാണ് ഞങ്ങൾക്കുള്ളത്. ചരിത്രത്താളുകളിൽ എഴുതി തീർക്കാൻ ഒരു അധ്യായം കൂടി. പറയാനോ വർണ്ണിക്കാനോ വാക്കുകൾ മതിയാവില്ലെന്നും വരും. കാരണം 4 ദിക്കിലും ആവേശം നിറയുന്ന ആൽത്തറ തമ്പുരാൻ്റെ മണ്ണിൽ ചരിത്രം കുറിച്ച രാജാക്കന്മാരുടെ കഥയാണിത്. കാണണം എന്ന് പറഞ്ഞവർക്ക് കാത്തിരിക്കാം. രാജവീതിയിലൂടെ രാജകീയ വരവിനായി തമ്പുരാൻ്റെ രാമാവതാരം. വർണ്ണിച്ചിരിക്കുന്നത് നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെയാണ്. 10-ാം തീയതിയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വരുന്നത്. കാണാൻ ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളെല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഉത്സവം ഒരു വമ്പൻ ഉത്സവമാക്കി മാറ്റണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതിനുപരി ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിവസങ്ങളും പൂജകളുമാണിത്. എല്ലാ മലയാള മാസം 1-ാം തീയതിയും ഭഗവതി സേവ, തുടർന്നുള്ളത് പൂജകളാണ്. ആശംസകളോടെ ശ്രീ മഹാഗണപതി ക്ഷേത്ര സംരക്ഷണ സമിതി കാമ്പ്രത്തിച്ചുള്ള മുതലമട. ഓക്കെ, ഉത്സവത്തിന് കാണാം.